ആ സന്തോഷ സാർ എവിടെ സിസ്റ്ററെ? അടുത്ത PG കേസിന് വാഷ് ചെയ്യാൻ അവനോട് പറഞ്ഞിട്ട് എത്ര നേരമായി? സർ, എന്തോ പ്രശ്നമുണ്ട്. ബൈസ്റ്റാൻഡേഴ്സിനെ ഒന്ന് സമാധാനിപ്പിച്ച് വരാമെന്നും പറഞ്ഞ് പേഷ്യൻ്റ് എൻട്രി ഡോറിലേക്ക് പോയിട്ട് കുറേ നേരമായി. അതിനിന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും സ്മൂത്തായ ഒരു ദിവസം അടുത്ത കാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. 10 ഫേക്കോ അല്ലേ പുഷ്പം പോലെ ഞാൻ ചെയ്തത്. ഇനി അവൻ മുങ്ങിയോ? ആഹാ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. സന്തോഷേ, വേർ ആർ യു? ഞാൻ ഇവിടെ ഉണ്ട് സാർ. എവിടെ? ഇവിടെ സാർ, എന്നെ രക്ഷിക്കൂ. സന്തോഷേ, മോനെ, എവിടാടാ നീ? സാറേ, ഞാൻ പെട്ടു. എന്നെ രക്ഷിക്കൂ. ഇവർ ഭീകരരാണ് സാർ. എന്താ ഇത്? നിങ്ങൾ എന്തിനാ ആ ഡോക്ടറിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? പുതിയ നിയമം വന്നു എന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? പോലീസ് കേസായാൽ നിങ്ങൾ അഴിയെണ്ണമേ. എന്നാ സാറ് എണ്ണും. എന്ത്? നക്ഷത്രം. അയ്യോ, അതെന്തിനാ? എന്താ നിങ്ങളുടെ പ്രശ്നം? അവനെ ഇങ്ങ് വിട്ടേ. ഞങ്ങളുടെ അമ്മ ആദ്യം വിട്. നിങ്ങളുടെ അമ്മയെ സാറ് തരും. എന്നെ ഒന്ന് വിടൂ പ്ലീസ്. നീ മിണ്ടരുത്, നിനക്ക് വോയിസ് ഇല്ല. പിന്നെ ഞാനൊരു ഡോക്ടറാണ്, അല്ലാതെ കിഡ്നാപ്പർ അല്ല. നിങ്ങളുടെ അമ്മയെ ഞാൻ എന്തിനു പിടിച്ചു വെക്കണം? എന്ന് പറഞ്ഞ എങ്ങനാ? ഓപ്പറേഷനായി 3 മണിക്കൂർ മുമ്പേ കയറ്റിയതാ. അത് കഴിഞ്ഞ് കേറിയ 3 പേരും വാർഡിലെത്തി ഭക്ഷണവും കഴിച്ച് ഉറക്കവും തുടങ്ങി. ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നോ, നെവർ. അങ്ങനെ വരില്ലല്ലോ. എന്താ നിങ്ങളുടെ അമ്മയുടെ പേര്? പേര് പോലും അറിയാതാണോ സാർ ഓപ്പറേഷൻ ചെയ്തത്? അതെ, അനിയ. നമ്മുടെ ഒരു വസ്തു കളഞ്ഞുപോയി എന്ന് വെക്കാം. വെച്ചോ? വെച്ചു. അത് വീണ്ടെടുക്കാനായി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. ചെന്നോ? ചെന്നു. അപ്പൊ നമ്മളല്ലേ ആ വസ്തു ഐഡന്റിഫൈ ചെയ്യേണ്ടത്? അതെ. അപ്പോ ഇനി പറ, അനിയന്റെ കാണാതെ പോയ അമ്മയുടെ പേരെന്താ? മറിയക്കുട്ടി. നല്ല പേര്. ഇപ്പൊ ശരിയാക്കി തരാം. ഡോണ്ട് വറി. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഇപ്പൊ തന്നെ കിട്ടും. സിസ്റ്ററെ, മറിയക്കുട്ടി പേഷ്യന്റിന്റെ ഫസ്റ്റ് കേസ് ആയിരുന്നല്ലോ. ആൾ എവിടെ പോയി? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏ? അവര്... അപ്പൊ നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടോ? ഇല്ല സർ, അല്ല, ഒരിത്തിരി. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് സർ. ഫസ്റ്റ് പേഷ്യന്റിനെ ഞാൻ ബൈസ്റ്റാൻഡേഴ്സിനെ ഏൽപ്പിച്ചായിരുന്നു. ആ ബൈസ്റ്റാൻഡേഴ്സ് ആണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അവരുടെ അമ്മ ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ്. ഈ സിസ്റ്റർ ആരെയെ ഏൽപ്പിച്ചത്? ഞാൻ നമ്മുടെ സൗദാമിനി അറ്റൻഡറെ ഏൽപ്പിച്ചു, അവള് ബൈസ്റ്റാൻഡേഴ്സിനെ ഏൽപ്പിച്ചു. സിസ്റ്റർ കണ്ടോ ഏൽപ്പിക്കുന്നത്? കണ്ടോന്ന് ചോദിച്ചാ ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ സർ? വിശ്വാസം തേങ്ങാക്കൊല. എന്നിട്ട് സൗദാമിനി എവിടെ? സാറിന് വടയും ചായയും വാങ്ങിക്കാൻ ക്യാൻറ്റീനിലോട്ട് പോയി. എന്നിട്ട് വടയും ചായ എവിടെ? അത് വാങ്ങിക്കാനല്ലേ സൗദാമിനി പോയത്. സിസ്റ്റർ, സാറ് വയലന്റ് ആവാതെ, സൗദാമിനി അന്വേഷിച്ച് ഞാൻ വേറൊരു അറ്റൻഡറെ കൂടി വിട്ടിട്ടുണ്ട്. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ ആ ബാത്റൂമിലോ ചേഞ്ചിങ് റൂമിലോ ഒക്കെ ഒന്നുകൂടെ പോയി നോക്ക് സിസ്റ്ററെ. നീയൊക്കെ എന്നെ തട്ടിക്കൊണ്ട് പോന്നതല്ലേ? എന്നെ നിനക്കൊന്നും ശരിക്കറിയത്തില്ല. എവിടെയാണ് എന്റെ മക്കള്? സാറേ, അവിടെ വേറൊരു കൂട്ടം ബൈസ്റ്റാൻഡേഴ്സും ബഹളം തുടങ്ങി. അതെന്തിനാ? അവരുടെ അമ്മയും കാണാതെ പോയി. അതെ സാർ. താൻ എന്താടോ ഈ പറയുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓപ്പറേഷൻ ചെയ്ത അമ്മമാരെ ഓരോരുത്തരെയായി കാണാതെ പോകുന്നെന്നോ? സാർ ഒന്ന് വന്നേ. ഒന്ന് അടങ്ങ് തള്ളേ. നിങ്ങളല്ലേ ഞങ്ങളുടെ തലയിലോട്ട് വന്നു കയറിയേ? ആരടാ നിന്റെ തള്ള? മാക്കാന്തറ ചെന്ന് അന്വേഷിച്ചു നോക്കടാ ഈ പുത്തൻ വീട്ടിൽ മറിയക്കുട്ടി ആരാന്ന്. എന്റെ കൈ കൊണ്ടൊന്ന് കിട്ടിയാലുണ്ടല്ലോ, നീ 2 ആഴ്ച കിടക്കപ്പായി നിന്നേക്കൂല, കേട്ടോടാ?
അമ്മച്ചി ഒന്ന് അടങ്ങിക്കേ. നീ ആരാടി? എന്റെ മോളാണോ എന്നെ അമ്മച്ചിന്ന് വിളിക്കാൻ? എന്തിനാടി നീയും കെട്ടിയോനും കൂടി എന്നെ തട്ടിക്കൊണ്ടു വന്നത്? ഇതെല്ലാം ചോദിക്കേണ്ടത് ഇവിടുത്തെ ഡോക്ടറോടാണ് മാഡം. മാടനോ? ആരാടി മാടൻ? മാപ്പ് പറയടി. നിന്റെ അമ്മയാകാൻ പ്രായമുള്ള എന്നെയാണോടി മാടൻ എന്ന് വിളിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഇത് ഞങ്ങളുടെ അമ്മയല്ല, ഞങ്ങളുടെ അമ്മ ഇങ്ങനല്ല. അമ്മ ശരിക്കും ആരുടെ അമ്മയാ അമ്മേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണും കെട്ടി ഏതോ ഒരുത്തി ദേ എന്നെ യവന്മാരുടെ കയ്യിലേൽപ്പിച്ചു. ലോണ്ട് ഇവനുണ്ടല്ലോ, ഇവൻ എനിക്ക് വിഷം തരാൻ നോക്കി. വിഷമല്ല അമ്മേ, തൈര് സാദം. ഓ അത് തന്നെ. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നാലുടൻ അമ്മയ്ക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ എൻ്റെ മോൻ എന്നെ ഓപ്പറേഷന് വിട്ടത്. അപ്പോഴാ ലവൻ എനിക്ക് തൈര് സാദം തരുന്നത്. അതെടുത്ത് ഞാൻ അവൻ്റെ മോന്തയ്ക്ക് ഒഴിച്ചു. കണ്ടില്ലേ? ഓ എന്തൊരു പുളി സാറേ, ഇത് നമ്മുടെ ക്യാൻറ്റീനിലെ സാധനം തന്നെ. അപ്പോഴാ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആള് തെറ്റിയ വിവരം മനസ്സിലായത്. ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ഫാമിലിയാ സർ. കണ്ണും കെട്ടി മാസ്കും വെച്ച പിന്നെ കുറച്ച് ഭാഗമല്ലേ കാണാൻ പറ്റൂ. എല്ലാവർക്കും ഒരേ വേഷം, അതാണ് തെറ്റിയത്. ഇത് ഞങ്ങളുടെ അമ്മയല്ല, ഞങ്ങളുടെ അമ്മ ഇങ്ങനല്ല. അമ്മേ മോനെ ചിക്കൻ ബിരിയാണി എവിടെടാ? ദാ അമ്മേ. അമ്മ ഇതുവരെ എവിടെയായിരുന്നു? ഓ ഞാനൊരു തൈര് സാദം കഴിക്കാൻ പോയതാടി. ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഓൾ ഇസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ. ഞങ്ങളുടെ ആ സന്തോഷ് സാറിനെ ഇനി വിട്ട് തരാമല്ലോ. സന്തോഷേ മോനെ, എവിടെടാ നീ? സാറേ, ഞാൻ പിന്നെയും പെട്ടു. എന്നെ രക്ഷിക്കൂ. ഇനിയിപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ അമ്മയുടെ ശരിക്കുള്ള ഓണറിനെ കിട്ടിയല്ലോ. ഇനി എന്തിനാ അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ആ അമ്മയ്ക്ക് അവരുടെ മക്കളെയും കിട്ടി, ചിക്കൻ ബിരിയാണിയും കിട്ടി. അതെ, കിട്ടി. അപ്പൊ ഞങ്ങളുടെ അമ്മ എവിടെ? അത് ശരിയാണല്ലോ. നിങ്ങളുടെ അമ്മ എവിടെ? അത് സർ ഞങ്ങളോടാണോ ചോദിക്കുന്നേ? സാറല്ലേ അവരെ ഓപ്പറേഷൻ ചെയ്തത്. അത് കഴിഞ്ഞ് അവരെ തിരിച്ചു തരേണ്ടത് സാറിന്റെ ഉത്തരവാദിത്വമല്ലേ? അമ്മയെ കിട്ടുന്നത് വരെ ഈ കൊച്ചു ഡോക്ടർ ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കും. അയ്യോ സാർ, എനിക്ക് എന്റെ അമ്മയെ കാണണം. നീ മിണ്ടരുത്, നിനക്ക് വോയിസ് ഇല്ല. സിസ്റ്ററെ, എന്താ ഇവിടെ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവരുടെ അമ്മയുടെ പേരെന്താ പറഞ്ഞേ? പറഞ്ഞില്ല. അതെ, ഈ പറഞ്ഞില്ലാമ. പറഞ്ഞില്ലാമയോ? പേര് പറഞ്ഞില്ലെന്നാ പറഞ്ഞേ. എന്നാ പറഞ്ഞൂടെ? മുത്തമ്മാൾ. ഓ, മുത്തമ്മാൾ. അത് സെക്കൻഡ് കേസായി. അവരെ ആരാണ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്? സൗദാമിനി. സൗദാമിനി, സൗദാമിനി, സൗദാമിനി. വിളിക്കാ സാധനത്തിനെ. എനിക്കിപ്പൊ കാണണം അവരെ. സാർ, എന്താ? വടയും ചായയും. വേണ്ട, എന്റെ വിശപ്പെല്ലാം പോയി. അതല്ല, വടയും ചായയും വാങ്ങിക്കാൻ പോയേക്കുമല്ലേ സൗദാമിനി. സിസ്റ്ററെ, ഇനി മേലാൽ ഇവിടെ വടയും ചായയും വാങ്ങിക്കണ്ട. വേണ്ടേ? വേണ്ട. വേണ്ടെങ്കി വേണ്ട. സേട്ടാ, ഞാൻ എപ്പോഴാടോ തന്റെ സേട്ടനായത്? ऐसा नहीं സർ, मेरा സേട്ടൻ ഗായബ് ഹൈ. നിന്റെ സേട്ടൻ കായ പറിക്കാൻ പോയതിന് ഞാൻ എന്ത് വേണം? എന്റെ സേട്ടനെ സാറല്ലേ അപ്രൈസ് ചെയ്തത്. അബ് സേട്ടൻ ഗായബ് ഹൈ, കാണാനില്ല. ഇതാ കുരുവിള സാറിന്റെ ബൈസ്റ്റാൻഡറാണ് സർ. പുള്ളിയുടെ മക്കളെല്ലാം വിദേശത്താ. ബൈസ്റ്റാൻഡറായിട്ട് ഈ ബംഗാളിയെ ഉള്ളൂ. കുരുവിള സാറിനെയാണ് അവൻ അന്വേഷിക്കുന്നത്. ഈശ്വര, അപ്പൊ കുരുവിള സാറിനെയും കാണാതെ പോയോ? സാർ ഓപ്പറേഷൻ ചെയ്ത രോഗികളെ എല്ലാം കാണാതെ പോകുന്നു. ഇതിലെന്തോ ഗൂഢാലോചനയുണ്ട്. നമുക്ക് പോലീസിൽ അറിയിക്കാം സർ. അങ്ങനെ പറയരുത്. മറിയക്കുട്ടി എന്ന ആ മാറിയ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതുപോലെ എന്തോ തിരിമറി ഇവിടെയും നടന്നിട്ടുണ്ട്. സാറേ, വടയും ചായയുമായി സൗദാമിനി വന്നിട്ടുണ്ട്. എടുക്കട്ടെ? അതെന്തിനാ സൗദാമിനിയെ എടുക്കുന്നത്? അവര് നടക്കില്ലേ? അയ്യോ സർ, ഞാൻ വടയും ചായയാണ് ഉദ്ദേശിച്ചത്. സിസ്റ്റർ, വടയും ചായയും പറ്റി ഇനി ഒരു അക്ഷരം ആരും ഇവിടെ വേണ്ടി പോരുത്. എനിക്ക് വേണ്ടത് വടയും ചായയും അല്ല. അത് വാങ്ങിക്കാൻ പോയ ആ സൗദാമിനിയാണ്. വിളിക്കവരെ. സൗ, മോളെ സൗ, ഒന്നിങ്ങ് പെട്ടെന്ന് വന്നേ. ദാ വരുന്നു സിസ്റ്ററെ, ഞാൻ ഈ വട ഒന്ന് തിന്നോട്ടെ. വടയും ചായയും പറ്റി മിണ്ടരുതെന്ന്.
ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. ദേ സിസ്റ്ററെ, നമ്മുടെ കാണാതെ പോയ കുഞ്ഞാടുകള്. പരിനിരി ചവയ്ക്ക ചവയ്ക്ക പന്തലും മുഴുവൻ തിരക്ക തിരക്ക പെണ്ണും ചക്കനും വേർക്ക വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കിയ കണ്ടോക്കിയ ചെക്കന്റെ പത്രാസ് കണ്ടോക്കിയ കണ്ടോക്കിയ പെണ്ണും ചക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണും ചക്കനും നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക. സാറിന് ഞങ്ങളെ മനസ്സിലായില്ലേ? ഞാൻ കുരുവിള, ഇത് മുത്തമ്മാൾ. ഞങ്ങൾ രണ്ടുപേരെയും ഇന്ന് രാവിലെ സാർ ഓപ്പറേഷൻ ചെയ്തതാ. സാർ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഓ, നിങ്ങൾ ഇത് എവിടായിരുന്നു? ഇതെന്താ ഈ വേഷത്തില്? ഞങ്ങൾ തന്ന ഹോസ്പിറ്റൽ ഡ്രസ് എവിടെ? ഞങ്ങള് ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചു സാർ. കല്യാണമോ? അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വേഷവും മാറി സാർ. സാർ ഇത് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ദക്ഷിണയായിരിക്കും അല്ലേ? അയ്യോ അതല്ല, ഇത് നിങ്ങൾ തന്ന ഹോസ്പിറ്റൽ ഡ്രസ്സാണ്. എന്നാലും ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയത്ത് കല്യാണം കഴിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ അതിപ്പോ കീഹോൾ ഓപ്പറേഷൻ ആണ്, വിശ്രമം വേണ്ട, അടുത്ത ദിവസം വേണേ ഫുട്ബോൾ കളിക്കാം എന്നല്ലേ സാറ് കൗൺസിലിംഗ് സമയത്ത് പറഞ്ഞത്. ഇതിപ്പോ ചെറിയൊരു കല്യാണം, അത്രയല്ലേ ഉള്ളൂ, അല്ലേ ഡിയർ? യെസ് ഡാർലിംഗ്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടൻ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൗദാമിനിയാണ് ഞങ്ങളെ എല്ലാത്തിനും സഹായിച്ചത്. സേട്ടാ, ये क्या है? ये कौन है? സേട്ടൻ എന്താ പറയാതെ പോയത്? അതൊക്കെ പറയാമിടേ. ദേ, ഇത് നിന്റെ പുതിയ സേച്ചി. ഞങ്ങൾ രണ്ടുപേർക്കും തുള്ളിമരുന്നൊക്കെ ഇനി ഒഴിച്ചു തരേണ്ടത് നീയാണ് കേട്ടോ. നമസ്കാർ ചേച്ചി. വാസ് ചേച്ചിമാരെ. എടാ ബംഗാളി, നീ ഈ സേച്ചിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ആ സേച്ചിമാരെ വിട്ടേക്ക്. അവരെ ഈ ഡാൻസിന് വേണ്ടി മാത്രം കാശ് എണ്ണിക്കൊടുത്ത് കൊണ്ടുവന്നതാ. നിങ്ങൾ പൊക്കോ മക്കളെ. അമ്മേ, എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി തൈര് സാധം ഒരുക്കി കാത്തിരുന്ന ഈ അമ്മയുടെ മക്കളെ പറ്റി അമ്മ ഒരു നിമിഷം ആലോചിച്ചോ? ഞാൻ ശരിക്കും ആലോചിച്ചടാ മക്കളെ. നിങ്ങൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം അമേരിക്കയ്ക്ക് പുറത്തു. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും പഴയ പോലെ ഒറ്റയ്ക്ക്. എനിക്ക് മടുത്തട. എനിക്ക് വേണം പിന്നെയും പറഞ്ഞിരിക്കാൻ ഒരാൾ. ദേ, ഈ കുരുള്ള സാറും ഒറ്റയ്ക്കാ. ഞങ്ങൾ രണ്ടുപേരെയും ഈ ബംഗാളി നോക്കിക്കോളും. നിങ്ങൾ അമേരിക്കയിലോ എവിടാന്ന് വെച്ചാ പൊക്കോ. സിസ്റ്ററെ, വടയും ചായ ഇങ്ങെടുത്തോ. സാറല്ലേ പറഞ്ഞത് സാറിന് വട വേണ്ടെന്നും ഇനി ആരും അതിന്റെ കാര്യം മിണ്ടിപ്പോകരുതെന്നും? എനിക്കല്ല സിസ്റ്ററെ, നമ്മുടെ നവദമ്പതികൾക്ക് കൊടുത്ത് സന്തോഷം പങ്കിടാൻ. പിന്നെ നമ്മുടെ സന്തോഷനും വേണം. അവന് നല്ല ക്ഷീണം കാണും. ഇൻട്രൊഡ്യൂസ് ചെയ്താൽ